ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കമ്പോണൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന യൂസർ നിർദ്ദേശിക്കുന്ന വാക്കുകളെ വിളിക്കുന്ന പേരാണ് ഐഡന്റിഫയേഴ്സ്. നമുക്ക് വേരിയബിൾസ്, ഫങ്ഷൻസ്, ക്ലാസസ് എന്നിവയെല്ലാം ഈ ഐഡന്റിഫയേഴ്സ് ആയിട്ട് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് കുറച്ച് ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾ എന്ന് നോക്കാം. എ, ബി, സം, എക്സെട്ര ഇങ്ങനെയുള്ളതൊക്കെ ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഐഡന്റിഫയേഴ്സ് ഉപയോഗിക്കേണ്ടത്? അതായത് റൂൾസ് ഫോർ ഡിഫൈനിങ് ഐഡന്റിഫയേഴ്സ് ഇൻ സി ഭാഷയിലെ ഐഡന്റിഫയേഴ്സ് എടുക്കുന്നതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിന് നമ്മൾ കുറേ നിയമങ്ങളുണ്ട്. അപ്പറഞ്ഞ നിയമങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സി ഭാഷയിൽ ഐഡന്റിഫയേഴ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതെന്തൊക്കെ നിയമങ്ങളാണ് നമ്മുടെ സി ഭാഷയിൽ ഐഡന്റിഫയേഴ്സ് കൊടുക്കുന്നത് അതിനുവേണ്ടി നൽകുന്നതെന്ന് നോക്കാം. ആദ്യം ക്യാൻ കണ്ടെയ്ൻ, ആൻ ഐഡന്റിഫയർ ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഒരു ഐഡന്റിഫയറിൻ്റെ അകത്ത് നമുക്ക് ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ ഉപയോഗിക്കാം. എ, ബി, സി ഇതൊരു ഐഡന്റിഫയർ ആണ്. ഇതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. കാരണം എനിക്ക് ഇതിനകത്ത് ലെറ്റേഴ്സ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ തന്നെ അക്ഷരങ്ങൾ ഉൾപ്പെടെ, കൂടാതെ തന്നെ നമ്പേഴ്സ്, സംഖ്യകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ABC1 എന്ന് കൊടുത്തു കഴിഞ്ഞാലും അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ശരിയായിട്ടുള്ളൊരു ഐഡന്റിഫയർ ആണ്. ഇനി ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി എ ലെറ്റർ. അതായത് ആദ്യത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അക്ഷരമായിരിക്കണം. എ തൊട്ട് ഇസഡ് വരെയോ ക്യാപിറ്റൽ എ തൊട്ട് ഇസഡ് വരെയുള്ള സ്മോൾ കേസോ അപ്പർ കേസോ ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് ആദ്യത്തെ അക്ഷരമായിട്ട് ഏത് ഐഡന്റിഫയർ കൊടുത്താലും അതിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഉദാഹരണത്തിന് എനിക്കൊരു സംഖ്യ ആദ്യം വരുന്ന രീതിയിൽ 1010AC എന്നൊരു പേര് കൊടുക്കാനായിട്ട് പറ്റില്ല. 10AC ഇങ്ങനെ ഒരു പേര് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഇനി എനിക്ക് അണ്ടർസ്കോർ, അതായത് നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മുടെ കീബോർഡിലുണ്ട്, അതിനെയാണ് അണ്ടർസ്കോർ എന്ന് വിളിക്കുന്നത്. അതിനെ ഒരു ലെറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. അത് നമ്മൾ വൈറ്റ് സ്പേസ് നമുക്ക് കൊടുക്കാൻ അനുവാദമില്ല, എന്നാൽ അത് രണ്ട് ലെറ്റേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫ്രം FRO_TO എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം എനിക്ക് അതൊറ്റ വാക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തത് നോ വൈറ്റ് സ്പേസസ്. എനിക്കൊരിക്കലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം AB അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം CD എന്ന് കൊടുത്ത ഒരു ഐഡന്റിഫയർ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഇത് മൊത്തത്തിൽ ഒരു ഐഡന്റിഫയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് അറിയാം, നമ്മൾ കുറെ കീവേഡ്സ് സി ലാംഗ്വേജിലുണ്ടെന്ന് പറഞ്ഞു. കീവേഡ്സ് എന്താണെന്ന് പറഞ്ഞു. അത് കമ്പൈലറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ സി പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക അർത്ഥം വരുന്ന വാക്കുകളാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ കീവേഡുകളെ നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ഒരു കീവേഡിന് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഗോ ടു. അപ്പോൾ ഞാൻ ഈ ഗോ ടുവിനെ എനിക്കൊരു ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് സിയുടെ നിയമം. ഗോ ടുവിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അതുകൊണ്ട് ഗോ ടുവിനെ എനിക്ക് ഒരിക്കലും ഒരു പ്രത്യേക ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇനി സി എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ക്യാപിറ്റൽ എ എടുത്താലും സ്മോൾ എ എടുത്താലും രണ്ടും വേറെ വേറെ ആയിട്ടാണ് അത് കരുതുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു വേരിയബിളിന് പേര് കൊടുക്കുകയാണ് S, ക്യാപിറ്റൽ U, ക്യാപിറ്റൽ M, സം. ഇനി അതേസമയം ഞാൻ അതിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിന് ഞാൻ പേര് കൊടുക്കുകയാണ് s, u, m. അതായത് ഇതിന്റെ കേസ് വേറെയാണ്. അപ്പർ കേസ് ലെറ്റേഴ്സ് മാത്രമേ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇതിൽ ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്കിലും ഇത് രണ്ടും ഒന്നായിട്ട് സി കരുതത്തില്ല. ഒരേ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സും സി ലാംഗ്വേജ് വേറെ ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ സമ്മ് വേറെയാണ്, ഈ സമ്മ് വേറെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിയിലെ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ്. ഐഡന്റിഫയർ നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പറയാം. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു മുഴുവനായിട്ടുള്ള സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിന്റെ ഭാഗമാണ്. ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ മുഴുവനായിട്ടുള്ള സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്യുക. ഇതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, വീഡിയോ ഷെയർ ചെയ്ത്
ഞങ്ങളുടെ ചാനലിൻ്റെ ഈ ഒരു ഉദ്യമത്തെ വിജയിപ്പിക്കുക. എല്ലാവർക്കും എളുപ്പമുള്ള രീതിയിൽ മലയാളം സി പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ ശകലം കണ്ടതിന് നന്ദി.